കണ്ണട ഇട്ടിട്ട് ഭയങ്കര മൂടല്, കാണാൻ പറ്റുന്നില്ല. നമ്മക്കെന്നാ കണ്ണടയൊന്നും മാറ്റില്ലല്ലേ? കണ്ണട മാറ്റണം മോളെ, കുറച്ച് കഴിയട്ടെ. ആ പെൻഷൻ എന്തെങ്കിലും കിട്ടിയിട്ട് എന്തെങ്കിലും മാറ്റാന്ന് വിചാരിച്ചാണ് ഞാൻ നിക്കണത്. ആ പെൻഷൻ കിട്ടുമ്പോ കണ്ണട മാറ്റി. ഇത് ഒട്ടും തെളിയണില്ല, ഒട്ടും വായിക്കാൻ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതിന്റെ പവർ പോയിട്ടുണ്ടാവും. അത് ഇത് കൊറേ ആയില്ലേ, അതുകൊണ്ടാണ്. പെൻഷൻ കിട്ടുമ്പോ കണ്ണട മാറ്റി. അതന്നെ, കണ്ണട മാറ്റണം എനിക്ക്. ഇത് ഒട്ടും കാണാനും പറ്റണില്ല. ഏത് നേരവും തുടച്ച് എപ്പോഴും അത് തന്നെ. എന്താ എന്ത് കിട്ടുമോ നോക്കട്ടെ പെൻഷൻ, എന്നിട്ട് വേണം അത് മാറ്റാനായിട്ട്. മോനാ. അതെ, നന്നായി. പൈസ ഒന്നും കയ്യിലില്ലാതിരിക്കായിരുന്നു. പൈസ ഇന്നലെ ഞാൻ കൊണ്ടുവരാൻ അപ്പൊ മഴ കാലാവസ്ഥ കൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ നാളെ കൊണ്ട് കൊടുക്കാം. ഇന്നലെ കിട്ടുന്ന പൈസ ഞങ്ങൾക്ക്. അതെ, 3000 രൂപയുണ്ട്. ഒന്ന് ഒപ്പിട്ട് തന്നെ. ശരി. ആരാമേ? പെൻഷൻ വന്നതാണ് മോളെ. ഓ അതെയാ. ഒരു കാര്യം ചെയ്യാ, കണ്ണട കൊണ്ട് പോയി മാറ്റി. അത് അവൻ വരട്ടെ, നമുക്ക് എന്നിട്ട് നോക്കാം. അവൻ വരട്ടെ, വന്നിട്ട് കൊണ്ടുപോയി കണ്ണട മാറ്റി. മോനെ, നമുക്ക് പൈസ പെൻഷൻ വന്നിട്ടുണ്ട്. 3000 രൂപ. എന്നാ 3000 കിട്ടിയിട്ടുള്ളൂ. അത് 1000 രൂപ നമുക്ക് കണ്ണട ഒന്ന് മാറ്റണം മോനെ, അതുകൊണ്ടാണ്. കണ്ണട ഒന്നും തെളിയുന്നില്ല, ഒന്നും വായിക്കാനോ ഒന്നിനും പറ്റൂല നമുക്ക്. പരീക്ഷ എഴുതാനല്ല, എന്നാലും പിന്നെ മാറ്റിയാ പോരെ കണ്ണട. ഇവിടെ മനുഷ്യന് പൈസ 100 കൊണ്ട് ആവശ്യമുണ്ട്. അതിനടുത്ത് 1000 കൊണ്ടോ കണ്ണട പിന്നെ മാറ്റാം. കണ്ണട മാറ്റിട്ട് എന്താക്കാനാണ്? ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് വയസ്സായ ആൾക്കാർക്ക് ഇപ്പൊ കണ്ണട മാറ്റുന്ന എന്ത് കാര്യമുള്ളത്? ഇപ്പൊ ഇവിടെ ഇരുന്ന് വായിക്കാൻ വേണ്ടിട്ട് ആ പൈസ ഉണ്ടോ ഇങ്ങോട്ട്? 100 കൊണ്ട് കാര്യങ്ങളുണ്ടോ മനുഷ്യന് അവരെ കണ്ണട മാറ്റാൻ വേണ്ടിട്ട്? ഇപ്പൊ പൈസ കണ്ണട അമ്മ പിന്നെ വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. പെൻഷൻ 3000 വന്നതെല്ലാം പറയാൻ വേണ്ടി പോയത്. അവന്റെ കാര്യങ്ങൾ നടക്കട്ടെ മോളെ. അത് കൈമേ കിട്ടിയ പിന്നെ കിട്ടൂലെന്ന് നമുക്ക് അറിയില്ലേ? ആ 2000 വന്നെന്ന് പറഞ്ഞാ പോയാ കണ്ണട മാറ്റിക്കൂടായിരുന്നോ? കണ്ണട നമുക്ക് പിന്നെ മാറ്റാം. പിന്നെ ഇനി അത് മാറ്റല് കണക്ക് തന്നെ ആയിരിക്കും. എത്ര കിട്ടിയാലും തികയുന്നവരാ. മോനെ, നമ്മുടെ പ്രഷറിന്റെ ഗുളിക തീർന്നത് ഒന്ന് മേടിച്ചോണ്ടാ. ഇത്ര പെട്ടെന്ന് തീർന്നു? ഇതല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്? 1 മാസം കഴിഞ്ഞു മോനെ മേടിച്ചിട്ട്. ഒരാഴ്ചയായി ഗുളിക. ഇവിടെ അസുഖം തോളത്. അത് ഗുളിക തീർന്നില്ല. ഇപ്പൊ മേടിക്കണ്ടേ? പ്രഷറിന്റെ ഗുളിക കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിയൂല മോനെ, അതുകൊണ്ടാണ്. നേരത്തെ മേടിക്കാൻ പൈസ എവിടെ ഉള്ളത് മനുഷ്യൻ്റെ? ഗുളിക കഴിക്കണ്ടേ? പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതല്ലേ ഗുളിക? പിന്നെ 10 വാങ്ങിച്ചാൽ ആഴ്ചക്ക് തീരൂലേ? എപ്പോഴും ഗുളിക വാങ്ങല. 1 മാസത്തേക്കുള്ള ഗുളിക 10 അല്ലേ വാങ്ങിക്കുന്നുള്ളൂ. മനുഷ്യന് ഗുളിക വാങ്ങല്ല എപ്പോഴും പരിപാടി. എന്ത് കഷ്ടാണ്. കിട്ടുന്ന പൈസ തേച്ചു അമ്മേന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും, ഒരു ഉപകാരം ചെയ്തു കൊടുക്കുകയില്ല. നമുക്ക് അറിയണ്ട ഇങ്ങോട്ടാ, ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ട് വാങ്ങിച്ചോളാം. മോനെ, നമുക്ക് തീരെ സുഖമില്ലടാ. ഒന്ന് ആസ്പത്രിയിൽ പോകണം. ഒരു 500 റുപ്യ ഉണ്ട് നമുക്ക് താങ്ങുന്നു. തീരെ കഴിയുന്നില്ല, നമുക്ക് തലകറക്കവും അല്ലാത്ത വിഷമം. നമുക്ക് എന്താണ് ഇപ്പൊ കുഴപ്പം? വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. 500 രൂപ ആശുപത്രി പോയാൽ എന്തിനാ 500 രൂപ? അത്രക്ക് സുഖം എന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് സെന്ററിൽ പോയി കാണിച്ചാൽ പോരാ? അവിടെ ഫ്രീ അല്ലേ, മരുന്നും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും.
എന്തിനാ പൈസ മുടക്കി 500 രൂപ എടുത്തിട്ട് പോകേണ്ട ആവശ്യം? എന്റെ അടുത്ത് ഇപ്പൊ പൈസ ഒന്നുമില്ല. അതായത് തന്നെ മനുഷ്യന് പണിയില്ല, ഒന്നുമില്ല. എന്റെ അടുത്ത് കൂടെ ആശുപത്രി പോകാൻ വേണ്ടി 500. അത്രയും സുഖമില്ലെങ്കിൽ അവിടെ പോയി കാണിക്കാം, ഹെൽത്തിൽ പോയി കാണിക്കിച്ചല്ലേ, അതാ നല്ലത്. കുഴപ്പമില്ല മോനെ. അമ്മ ഹെൽത്തിൽ പോയി കാണിച്ചോളൂ, കുഴപ്പമില്ല, സാരമില്ല. വാച്ചാ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും വാച്ച് മാത്രമേ അമ്മ മേടിച്ചോണ്ട് തരാം കേട്ടാ. നമുക്കിന്ന് പൈസ കിട്ടും കേട്ടാ. മേടിച്ചോണ്ട് തരേ. വെള്ളത്തിലൊന്നും പോയി കളിക്കരുത് കേട്ടാ. അമ്മ പോയിട്ട് വൈകുന്നേരം വരും കേട്ടാ. വേഗം വരേ. പോയിട്ട് വേഗം വരാ കേട്ടാ. വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കരുതേ. ടാറ്റാ. ഹായ് അമ്മ, വാച്ച് വാങ്ങിച്ചാ? ആ വാച്ച് വാങ്ങിച്ച്. എന്നാ ഇതാ ഇപ്പുറത്താ, കേറ്. ഹായ്, സൂപ്പർ വാച്ച്. ഞാൻ വലുതായി കഴിഞ്ഞാൽ അമ്മേനെ പണിക്കൊന്നും വിടൂല. ഞാൻ അമ്മേനെ നോക്കിക്കോളാം. ആയിക്കോട്ടെ കേട്ടാ. മോൻ നല്ല മോൻ. പോയി വാച്ച് കെട്ടിക്കോട്ടാ. അമ്മക്ക് സുഖമില്ല അല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യുവാ, മാറ്റി നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാല്ലേ. വാ, എന്നാ പൈസ കൊടുക്ക്. വാ, ഞാനും വരാം. അമ്മ മാറ്റി വാ. അതിന്റെ സ്വഭാവം ഒന്നും കാര്യാക്കണ്ട, അതറിയാലോ നമുക്ക് അങ്ങനെ പറയുള്ളൂന്ന്. ഞാൻ വരാം, ഞാൻ മാറ്റട്ടെ. ഇതുപോലെ എന്തിനും ഏതിനും മക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന എത്രയെത്ര അച്ഛനമ്മമാർ ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടുകളിൽ. ഒരു കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിശ്രമമില്ലാതെ പണിയെടുത്തവർ ഇന്ന് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് പണമോ സമയമോ ഇല്ല. ഒന്ന് നമ്മൾ ഓർക്കുക, ഇന്ന് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് എന്താണോ കാണിക്കുന്നത്, അതായിരിക്കും നാളെ നമ്മുടെ മക്കൾ നമ്മളോട് തിരിച്ചു കാണിക്കുക.